മൊബൈൽ വാങ്ങാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് എരുമേലിയിലേക്ക് യാത്രയായത്. കാറുമായിട്ടുണ്ട്. KL 334A 4768 എന്ന ആൾട്ടോ കാറിലാണ് അവൻ അവിടുന്ന് പോകുന്നത്. CCTV അവിടെ എല്ലാം നോക്കിയിട്ട് അവർ പറയുന്നത് ഇതിനങ്ങ് ഇവൻ പോയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീട്ടിൽ വന്ന് നോക്കുന്നു. 10-14 കടമലയിൽ നിന്ന് എടകടത്തി റോഡിലോട് വണ്ടി കയറുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇവർ ഒന്നും പറയുന്നില്ല, ഇവർക്കറിയത്തില്ല. അവൻ്റെ സുഹൃത്തുക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളിച്ചു നോക്കി, ആരെയെ പറ്റി ഒരു വിവരവും ഇല്ല, അറിയത്തില്ല, ആരും പോയതായിട്ടും അറിയത്തില്ല. ഒരാഴ്ചയായിട്ട് ഇതുവരെയായിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. വളരെ ദയനീയാവസ്ഥ. അവനില്ലേ പിന്നെ ഞങ്ങൾ നമസ്കാരം. മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് പറഞ്ഞ കാറിൽ വീട്ടിൽ നിന്നിറങ്ങിയ യുവാവിനെ പറ്റി യാതൊരു വിവരവുമില്ല. കോട്ടയം പത്തനംതിട്ട അതിർത്തി പങ്കിടുന്ന തുലാപ്പള്ളി എന്ന സ്ഥലത്തെ ബിനോയുടെ മകൻ 23 വയസ്സുകാരനായ ജോസഫൈനെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാണാതായിട്ട്. ഇത് സംബന്ധിച്ച് പമ്പ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ ഈ ജോസഫൈൻ്റെ പിതാവ് ബിനോയ് നമുക്കൊപ്പം ചേരുകയാണ്. എന്നാണ് ഈ മകൻ വീട്ടിൽ നിന്നിറങ്ങിയത്? 23-ാം തീയതി തിങ്കളാഴ്ച ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് മകനെ അമ്മയെ കൊണ്ടുവന്ന് അവിടെ തുലാപ്പള്ളി എന്ന സ്ഥലത്ത് വിട്ടിട്ട് മൊബൈൽ വാങ്ങാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് എരുമേലിയിലേക്ക് യാത്രയായത്. കാറുമായിട്ടുണ്ട്. KL 334A 4768 എന്ന ആൾട്ടോ കാറിലാണ് അവൻ അവിടുന്ന് പോകുന്നത്. ചേട്ടൻ്റെ പേരിലാണോ വാഹനം? വാഹനം എൻ്റെ പേരിലാണ്. അവിടുന്ന് പോയിട്ട് യാതൊരു വിവരവും ഇല്ല. രാത്രി 7:15 മുൻ മെമ്പർ, പഞ്ചായത്ത് മെമ്പറായ സിബി എന്ന മെമ്പറിനെയോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് കാണുന്നില്ല. മെമ്പറിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയിപ്പിച്ച് അന്നേരം അവർ വാഹനം എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ബ്ലോക്ക് ചെയ്യിച്ചോളാം, ഞങ്ങൾ നോക്കിക്കോളാം, ഇനി എല്ലാ സ്റ്റേഷനും. ഞാൻ അന്നേരം പോലീസിനോട് പറഞ്ഞു, സാർ എവിടെയെങ്കിലും ബന്ധുവീട്ടിലോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അന്നേരം നാളെ കേസിടാവേ, ഫെയർ പെട്ടെന്ന് ഇടല്ലേ, ചെറുപ്പക്കാരനല്ലേ, കുഞ്ഞല്ലേ, അവൻ്റെ പേര് ഇടരുതേന്ന് പറഞ്ഞു. നാളെ ഇടാമെന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം 24-ാം തീയതി അവർ കേസ് ചാർജ് ചെയ്തതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. 55/2026 എന്ന് പറഞ്ഞ് കേസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ പിന്നെ അവർ വന്ന് നോക്കിയിട്ട് CCTV അവിടെ എല്ലാം നോക്കിയിട്ട് അവർ പറയുന്നത് ഇതിനങ്ങ് ഇവൻ പോയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീട്ടിൽ വന്ന് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നീട് നമ്മൾ നോക്കിയ ഘട്ടത്തിൽ അവർ തന്നെ പിന്നെ നോക്കിയപ്പം 10:10 വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പോകുന്നതായിട്ടും, തുലാപ്പള്ളി വട്ടപ്പാറ എന്ന സ്ഥലത്തു നിന്ന് പോകുന്നതായിട്ടും 10-14 കടമലയിൽ നിന്ന് എടകടത്തി റോഡിലോട് വണ്ടി കയറുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ ഇവർ ഒന്നും പറയുന്നില്ല, ഇവർക്കറിയത്തില്ല. മൊബൈൽ വാങ്ങുന്നു പറഞ്ഞ മൊബൈൽ EMI ഇട്ട് എടുക്കുന്നതിന് വേണ്ടിയാണെന്നും പറഞ്ഞാൽ ഇറങ്ങിപ്പോയി. പക്ഷേ എവിടെ പോയി എന്നൊന്നും ഇത്രയും റോഡിലായിട്ട് വാഹനം കണ്ടെത്താനോ ബാക്കി കാര്യങ്ങൾ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ഞങ്ങൾ എരുമേലിലും അവിടെ പലയിടത്തും നോക്കി. ഒരു CCTV നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്നില്ല. പോലീസ് ഇവർ പ്രശ്നമാകും. പോലീസ് വന്നാൽ പോലീസ് പോയാൽ കാണാൻ പെട്ടെന്ന് നമുക്കത് ഒരാളും കാണിക്കത്തില്ല. നമ്മളിത് എല്ലാവരോടും പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടിക്കാരോടെല്ലാം പറഞ്ഞു, ആരും ഒരു പ്രതികരണം കാണുന്നില്ല. പോലീസ് ഇത്രയും ദിവസമായി ഇവർ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഡെണ്ടിക്കല്ലിൽ നിന്ന് സിമ്മും മൊബൈലും അവൻ എടുത്തിട്ടുണ്ട്. അവൻ ഇങ്ങനെ യാത്രയിലാണ് തുടർച്ചയായിട്ട്. എങ്ങനെ ഒരാൾക്ക് 5-6 ദിവസമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും? പണം കയ്യിലുണ്ടോ? പണം വെറും 5000 രൂപ മാത്രം കയ്യിലുള്ളൂ. പിന്നെ കഴുത്തിൽ മാലയുണ്ട്, കഴുത്തിലൊരു മാലയുണ്ട്, വണ്ടിയുണ്ട്. ഈ എവിടെ പോയി ആര് കൊണ്ടുപോയി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം സുഹൃത്തുക്കൾ ആരെങ്കിലും ഇവിടുന്ന് സുഹൃത്തൊന്നും ഇതുവരെ പോയിട്ട് അവൻ്റെ സുഹൃത്തുക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളിച്ചു നോക്കി, ആരെയെ പറ്റി ഒരു വിവരവും ഇല്ല, അറിയത്തില്ല, ആരും പോയതായിട്ടും അറിയത്തില്ല. പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ എവിടെ വരെ എത്തിയത്? പോലീസിൻ്റെ അന്വേഷണത്തിൽ നമുക്കിപ്പം ദുരൂഹതയാണ്. പക്ഷേ അവർ ചോദിക്കുന്നുള്ള പറഞ്ഞ് ഞങ്ങളുണ്ട്, ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് അവനെന്നൊക്കെ. ഈ ഇന്നലെ അവർ പറയുന്നു അവൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫായി. അവരിപ്പം പോലീസുകാരുണ്ടെന്ന് പറയുന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠനെയും കൂട്ടി സഹോദരനെയും കൂട്ടി അവരിപ്പം പഞ്ചാബിലുണ്ട്, പഞ്ചാബിൽ വരെ ചെന്നിട്ടുണ്ട്. പഞ്ചാബ് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് ജമ്മുവിലോട്ടൊക്കെ കയറാൻ ഉള്ള ബൗണ്ടറിക്കായിട്ടുണ്ടെന്ന് പറയും. ഇവരോട് ഞങ്ങൾ പറയുന്നത് ജമ്മുവിലെ SIയുടെ ഫോൺ നമ്പർ വരെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. വേറൊരാൾ മുഖേന SIയുടെ അവരുമായിട്ട് ബന്ധപ്പെടുക. അതിനു മുമ്പേ ഞാൻ ഈ പോലീസുകാരോട് പറയും, ഹരിയാനയിൽ നിങ്ങളവിടെ ബ്ലോക്ക് ചെയ്യും, നമുക്ക് അവിടെ നാളിനെ വിട്ട് ഞങ്ങൾ എടുപ്പിച്ചോളാം. ഹരിയാനയിലായിട്ടുണ്ട്. ഇദ്ദേഹം പുതിയ സിമ്മ് മേടിച്ചു മേടിച്ച് പോലീസുകാരാ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ഒരു സിഗ്നൽ മാത്രം പോകുന്ന ഇത് ഇവനാണോ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 90% അവനാകും എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇന്നലെ പറയുന്നു അവൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫായി, ജമ്മുവിൽ കയറി സ്വിച്ച് ഓഫായി. ജമ്മു ബൗണ്ടറിക്ക് അവിടെ ബോർഡറിൽ നിൽക്കുന്ന SIയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ആ നമ്പർ അവർക്ക് അയച്ചും കൊടുത്തു പോലീസുകാർക്ക്. ഇന്ന പോലെ ചെയ്യും, അവരെ കൊടുത്ത് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ബ്ലോക്ക് ചെയ്തോളൂ. പക്ഷെ അത് അവർ ചെയ്തിട്ടില്ല. അവർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു.
ഇത് അവർക്കാർക്കും കൊടുക്കുക, ഇവർക്ക് ഡയറക്റ്റ് പിടിക്കാമെന്നുള്ള ധാരണയിൽ ഇവർ പോകുന്നു. ഇദ്ദേഹം ഈ വാഹനത്തിന്റെ കണ്ടീഷനാണ് ഇത്രയും ദൂരമൊക്കെ ഓടാൻ വേണ്ടിയുള്ള ആ കണ്ടീഷൻ. വാഹനം എവിടെയാണെന്ന് ഇന്നലെ അവർ പറയുന്നു, കോഴിക്കോട് എവിടെയോ വാഹനമുണ്ട്, വാഹനം പോയിട്ടില്ല, കോഴിക്കോട് എവിടെ ഉപേക്ഷിച്ചിട്ട് പോയേക്കുവാണെന്ന് പറയുന്നു. ഇത് എന്തിനു പോയി, ഏത് വാഹനത്തിൽ പോയി അതും അറിയില്ല. ഇവർ പറയുന്നത് ഹൈവേ വഴി മാത്രമാണ് പോകുന്നത്. ഹൈവേ വഴി ഇത്രയും ദിവസം എങ്ങും ലാൻഡ് ചെയ്യാതെ എങ്ങും നിർത്താതെ ഇത്രയും വാഹനം പോകാൻ, ഇത് അവനെ ഒരു 25 കിലോമീറ്റർ മാക്സിമം പോകും. അതിന് മുമ്പേ ഇവൻ്റെ കാലിൻ്റെ മസിൽ കയറും, വണ്ടി ഓടിക്കത്തില്ല, അവന് ഓടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരാൾ ഇത്രയും ദൂരം പോയെന്ന് പറയുമ്പോൾ നമുക്ക് അവ്യക്തത. എന്താണ് പഠിച്ചത് കുട്ടി? അവനെ BBA കഴിഞ്ഞു. BBA കഴിഞ്ഞിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് കഴിഞ്ഞു. ഓയിൽ ആൻഡ് ഗ്യാസ് കഴിഞ്ഞിട്ട് കമ്പനിയുടെ HR-ന് വേണ്ടി പഠിച്ചു. ഇവനെ 2-3 മാസത്തോളം ചെന്നൈയിൽ 2 കമ്പനിയിലായിട്ട് ഇതിന് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ പോയിട്ട് അവിടെ ഫുഡ് പോയിസണാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോന്നിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് പഠിച്ചിട്ട് ഇപ്പം നിൽക്കുക. ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്, നമ്മൾ പലയിടത്തും ശ്രമിക്കുന്നുണ്ട്, പലയിടത്തും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ജോലി ഇല്ലെന്നുള്ള ഒരു മെയിൻ ഇതുണ്ട്, അവൻ്റെ വിഷമമുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പോലീസിനോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ അവർ ഇരുട്ടി തപ്പുന്ന രീതിയിൽ നിൽക്കുക. ഈ വാഹനം എന്ത് ചെയ്യും, അവർ കണ്ടുപിടിക്കണ്ടേ? ഈ വാഹനം കണ്ടെത്തുന്നില്ല. ഇത്രയും ഒരു കേരളത്തിൽ ഭയങ്കര എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഒരു വാഹനം കണ്ടെത്താൻ പറ്റാത്ത പോലീസോ സംവിധാനമോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദുരൂഹത ഒത്തിരി ഏറി വരുന്നു. ഈ പോലീസ് ആണെങ്കിൽ വിമാനത്തിലാണോ? പോലീസ് ഇപ്പം വിമാനത്തിലാണ് പോയി ഡൽഹിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിൽ യാത്ര ചെയ്തിട്ട് അവിടുന്ന് ടാക്സി എടുത്തവരിപ്പോൾ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. മൊബൈൽ വേണമെന്നൊരു വാശി ഉണ്ടായിരുന്നു വീട്ടിൽ, അങ്ങനെയായിരുന്നു. മൊബൈൽ വേണമെന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ട് അവന് മൊബൈൽ ഉണ്ടായിരുന്നു. മൊബൈൽ അത് വീണ് പൊട്ടിപ്പോയി. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് നിസ്സാര ദിവസങ്ങളേ ആയുള്ളൂ. എൻ്റെ ഈ സാമ്പത്തികമായിട്ട് വളരെ ടൈറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മേടിച്ച് തരാം, നീ EMI ഇട്ടെടുക്കുക. ഒരു 4000 രൂപ മൊബൈൽ മേടിക്കാനും കൊടുത്ത് 1000 രൂപ അലമാരി ഇരുന്ന് അവന് കൊടുത്ത പൈസ ആയാലും 1000 രൂപ ഉണ്ടായിരുന്നു. അങ്ങനെ 5000 രൂപ ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. ഈ 5000 രൂപയ്ക്ക് എത്ര പോകാൻ പറ്റും? ഈ വണ്ടി എത്ര ഓടാൻ പറ്റും? കഴുത്തിൽ പിന്നെ ഒരു മാലയുണ്ട്, അവൻ്റേതായ ഒരു മാലയുണ്ട്. ഒരാഴ്ചയായിട്ട് ഇതുവരെയായിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. വളരെ ദയനീയാവസ്ഥ. അവനില്ലേ പിന്നെ ഞങ്ങൾ അമ്മ എന്ത് പറയാ? അമ്മ വയ്യാതെ കിടക്കുക. അവനെങ്കിലും ഒന്ന് വിളിച്ചിട്ടുമില്ല. വിളിച്ചാൽ മതി. മൊബൈലൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കാൻ തയ്യാറാണ്. മൊബൈൽ എന്താ വേണമെങ്കിലും കൊടുക്കും, ഈ ഉണ്ടാക്കുന്നത് എല്ലാവരും. ഇപ്പോഴും ജോലിക്ക് വന്നേക്കുമല്ലേ? അതെ, ജോലിക്ക് വേണ്ടി ഞാൻ വന്നേക്കോ. ഇന്നുണ്ട് എൻ്റെ അമ്മയും അവർക്കാർക്കും ആഹാരം ഇറക്കത്തില്ല. അമ്മ ആശുപത്രിയിലായിരുന്നു. ഏതായാലും എരുമേലിയിൽ നിന്നാണ് കഴിഞ്ഞ 23-ാം തീയതി ഈ ജോസഫൈൻ എന്ന യുവാവിനെ കാണാതായിരിക്കുന്നത്. ഇദ്ദേഹം ഇതുവരെയും വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. എന്നാൽ പോലീസ് ഈ യുവാവിൻ്റെ പിന്നാലെ അന്വേഷണം നടത്തുന്നു എന്നാണ് ഈ മാതാപിതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. അവർ ഹരിയാന അന്വേഷണമോ ഇവർക്കൊപ്പം ഒരു ബന്ധുവിനെയും കൂട്ടിയിട്ടുണ്ട്. ഹിന്ദി സംസാരിക്കാൻ കഴിയുന്ന ഒരു ബന്ധുവും ഒപ്പമുണ്ട്. അങ്ങനെ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. എന്നാൽ പോലീസ് പറയുന്നത് ഒരു മൊബൈൽ സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഫോളോ ചെയ്യുന്നത്. തങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പയ്യൻ അവിടെ നിന്ന് കടന്നുപോയി എന്നൊരു വിവരമാണ് ഈ മാതാപിതാക്കളെ അറിയിക്കുന്നത്. ഏതായാലും ഒരാഴ്ചയായിട്ടും ഈ ജോസഫൈൻ്റെ കാര്യത്തിൽ യാതൊരു തീരുമാനം പോലീസ് ഇവരെ കൃത്യമായി അറിയിച്ചിട്ടില്ല. ഈ വാഹനം എവിടെയാണെന്ന് അറിയില്ല. ഈ മാതാപിതാക്കൾക്ക് ഒരു അപേക്ഷയുണ്ട്. എന്തിൻ്റെ കാരണത്തിലാണെങ്കിലും യുവാവ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്നത്, അത് എല്ലാം മറന്ന് മാതാപിതാക്കളെ വിളിക്കണമെന്നൊരു അപേക്ഷയാണ്. അത്രത്തോളം ദയനീയ ഒരു അവസ്ഥയിലാണ് ഇവൻ പോയതിനു ശേഷം. അമ്മയ്ക്ക് വയ്യാഴിക വന്നു, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുകയാണ്. ഈ പിതാവ് മനം തൊന്നുകൊണ്ട് നെഞ്ച് പൊട്ടുന്ന വേദനയോടെ ഇപ്പോഴും തൻ്റെ ജോലി സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോഴും ആ പിതാവിൻ്റെയും മാതാപിതാക്കളുടെയും അവൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രാർത്ഥന, അവൻ ഉടൻ തന്നെ വീട്ടിലേക്ക് വിളിക്കും, അവൻ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും അവർ കഴിയുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് ഗൗരവമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കേരളം വിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഈ യുവാവ് പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തി അവിടെയുള്ള ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അധികൃതരെ അറിയിച്ച് അവരുടെ ഇടപെടലിലൂടെ ഈ യുവാവിനെ കണ്ടെത്തി നൽകണമെന്നാണ് ഈ മാതാപിതാക്കളുടെ അപേക്ഷ. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.